നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. ഹോട്ടലിൽ ചിക്കൻ ചില്ലിയോടൊപ്പം നൽകിയ നാരങ്ങയിൽ നീര് കുറഞ്ഞെന്ന് കുറ്റപ്പെടുത്തി ഹോട്ടൽ ഉടമയ്ക്കെതിരെ ഗുണ്ട ആക്രമണം. മിണാലൂർ ബൈപ്പാസ് റോഡിൽ പ്രവർത്തിക്കുന്ന സെലക്ട് ദർബാർ റെസ്റ്റോറന്റ് ഉടമ സുഹൈബാണ് ആക്രമണത്തിന് ഇരയായത്. അക്രമികളുടെ ക്രിക്കറ്റ് ബാറ്റ് ഉപയോഗിച്ചുള്ള അടിയേറ്റ് സുഹൈബിന്റെ മുൻവശത്തെ 2 പല്ലുകൾ അടർന്നുപോയി. ഗുരുതരമായ പരിക്കേറ്റ ഇദ്ദേഹത്തെ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിലും പിന്നീട് സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. സുഹൈബിനൊപ്പമുണ്ടായിരുന്ന സുഹൃത്ത് റഷീദിനും ബാറ്റ് കൊണ്ടുള്ള അടിയേറ്റ് കാലിനും കൈക്കും പരിക്കേറ്റു. അക്രമം തടയാൻ ശ്രമിച്ച ഹോട്ടലിലെ 5 ജീവനക്കാർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇവർ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. കേരളത്തിന്റെ അഭിമാനമായ സ്പേസ് ടെക് സ്റ്റാർട്ടപ്പ് HEX-20 ബഹിരാകാശ രംഗത്ത് വീണ്ടും ഒരു ചരിത്ര വിജയം കുറിച്ചിരിക്കുന്നു. തങ്ങളുടെ കന്നി ഉപഗ്രഹമായ നിള വിക്ഷേപിച്ചതിന്റെ 1ാം വാർഷികത്തിൽ തന്നെ 2ാമത്തെ ഉപഗ്രഹവും വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിച്ചാണ് ഈ തിരുവനന്തപുരം ടെക്നോ പാർക്ക് അധിഷ്ഠിത കമ്പനി കരുത്തു തെളിയിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച പുറത്തുവിട്ട വാർത്താക്കുറിപ്പിലാണ് ടെക്നോ പാർക്ക് ഈ സന്തോഷ വാർത്ത പങ്കുവച്ചത്. തായ്വാൻ നാഷണൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി HEX-20 നിർമ്മിച്ച കോയോ എന്ന ഉപഗ്രഹമാണ് ഇപ്പോൾ വിജയകരമായി വിക്ഷേപിച്ചത്. ഡോക്ടർ അനിൽ മേനോൻ അടക്കം 3 സഞ്ചാരികളുമായി കസാക്കിസ്ഥാനിൽ നിന്ന് സോയൂസ് 2.1A റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ചു. അനിലും സംഘവും ബഹിരാകാശ നിലയത്തിൽ പ്രവേശിച്ചു. അകത്തേക്ക് കയറിയത് ഇന്ത്യൻ സമയം 2 മണിക്കാണ്. പാതി മലയാളിയും നാസയുടെ ബഹിരാകാശ സഞ്ചാരിയായ അനിൽ മേനോനും കൂടി ഭാഗമായ ദൗത്യമാണ് സോയൂസ്. കസാക്കിസ്ഥാനിലെ ബൈക്കനൂർ കോസ്മോഡ്രോമിൽ നിന്ന് ചൊവ്വാഴ്ച രാത്രി 8:17 വിക്ഷേപിച്ച പേടകം രാത്രി 11:26 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവുമായി ഡോക്ക് ചെയ്തു. പുലർച്ചെ 1:30 ബഹിരാകാശത്ത് പ്രവേശിക്കുമെന്ന് കരുതിയിരുന്നെങ്കിലും കാത്തിരിപ്പ് അല്പസമയം നീണ്ടു. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ 1ാം ക്ലാസ്സുകാരിയുടെ കൈവിരൽ അധ്യാപിക ചൂരൽ കൊണ്ട് അടിച്ചൊടിച്ചെന്ന് പരാതി. ആറ്റിങ്ങൽ കവലിയൂർ GHSSലെ അധ്യാപിക റിനിക്ക് എതിരെയാണ് പരാതി. എഴുതാൻ സമയം കൂടുതൽ എടുത്തു എന്നാരോപിച്ചായിരുന്നു മർദ്ദനം. കുട്ടിയുടെ ഒരു വിരലിൽ പൊട്ടലും മറ്റൊരു വിരലിൽ ചതവുമുണ്ടെന്നാണ് കുടുംബം പറയുന്നത്. വ്യാഴാഴ്ചയാണ് സംഭവം നടന്നതെന്നാണ് കുടുംബം പറയുന്നത്. എന്നാൽ അന്നേ ദിവസം കുട്ടി വീട്ടുകാരോട് യാതൊന്നും പറഞ്ഞില്ല. പിന്നീട് വെള്ളിയാഴ്ച കയ്യിൽ നീര് വന്നത് കണ്ടപ്പോൾ ചോദിച്ചപ്പോഴാണ് കുട്ടി അധ്യാപിക അടിച്ച കാര്യം പറയുന്നത്. വീട്ടുകാർ ശനിയാഴ്ച രാവിലെ തന്നെ കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോയി. കുട്ടിയെ ആദ്യം വർക്കല താലൂക്ക് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത്. എന്നാൽ അവിടുത്തെ ഡോക്ടേഴ്സ് കുട്ടിയെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയായിരുന്നു. കുടുംബം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് നൽകിയ പരാതി അവർ കവലിയൂർ പോലീസിന് കൈമാറുകയായിരുന്നു. കേരള സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ് ധനലക്ഷ്മി ലോട്ടറി ഫലം ഇന്നറിയാം. 1 കോടി രൂപയാണ് ലോട്ടറിയുടെ 1ാം സമ്മാനം. ഇതുകൂടാതെ 2ാം സമ്മാനമായി 30 ലക്ഷവും 3ാം സമ്മാനമായി 5 ലക്ഷവും ഉൾപ്പെടെ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ ലോട്ടറി വകുപ്പ് പുറത്തിറക്കുന്ന ധനലക്ഷ്മിയിലുണ്ട്. ഭാഗ്യക്കുറി വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റുകളായ www.kerala.lotteryresult.net-ലും www.kerala.lotteries.com എന്നിവയിലും ഫലം ലഭ്യമാകും. ലോട്ടറിയുടെ സമ്മാനം 5000 രൂപയിൽ താഴെയാണെങ്കിൽ കേരളത്തിലുള്ള ഏത് ലോട്ടറി കടയിൽ നിന്നും തുക കരസ്ഥമാക്കാം. 5000 രൂപയും അതിൽ കൂടുതലുമാണെങ്കിൽ ടിക്കറ്റും ID പ്രൂഫും സർക്കാർ ലോട്ടറി ഓഫീസിലോ ബാങ്കിലോ ഏൽപ്പിക്കണം. വിജയികൾ സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഫലം നോക്കി ഉറപ്പുവരുത്തുകയും 30 ദിവസത്തിനകം സമ്മാനാർഹമായ ലോട്ടറി ടിക്കറ്റ് സമർപ്പിക്കേണ്ടതുമാണ്. ഇന്ത്യൻ നഴ്സസ് അസോസിയേഷൻ INA നേതൃത്വത്തിൽ കണ്ണൂർ നഗരത്തിൽ 6 സ്വകാര്യ ആശുപത്രികളിലെ ജീവനക്കാരുടെ വേതന വർധനവ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് 60 ദിവസമായി നടത്തിവരുന്ന സമരം ഒത്തുതീർപ്പായി. ആദ്യം ആശുപത്രികൾക്ക് മുന്നിലും പിന്നീട് കണ്ണൂർ കളക്ടറേറ്റിന് മുന്നിലും സ്വകാര്യ ആശുപത്രി നഴ്സുമാർ നടത്തിയ സമരമാണ് ചൊവ്വാഴ്ച വൈകിട്ട് നടന്ന അനുരഞ്ജന ചർച്ചയിൽ ഒത്തുതീർന്നത്. കണ്ണൂർ MLA TO മോഹനൻ, ജില്ലാ കളക്ടർ P വിഷ്ണുരാജ് എന്നിവരുടെ സാന്നിധ്യത്തിൽ ചൊവ്വാഴ്ച വൈകിട്ട് ജില്ലാ കളക്ടറുടെ ചേംബറിൽ ചേർന്ന അനുരഞ്ജന ചർച്ചയെ തുടർന്നാണ് തർക്കം പരിഹരിച്ചത്. ലൈംഗികമായ പീഡനക്കേസിൽ കൊടുക്കുമെന്ന് കാണിച്ച് 15 വയസ്സുകാരനെ ലഹരി മാഫിയയുടെ വലയിലേക്ക് വലിച്ചിഴയ്ക്കാൻ ശ്രമം. ഇതിനായി ഭാര്യ സത്യഭാമയും ഈ 15കാരനും തമ്മിലുള്ള സ്വകാര്യ ദൃശ്യങ്ങളുടെ വീഡിയോ പകർത്തിയത് ഭർത്താവ് സാദിഖ്. ഈ വീഡിയോ വെച്ച് 15കാരനെ ഭീഷണിപ്പെടുത്തി ആദ്യം മയക്കുമരുന്നിന് ഇരയാക്കാനും പിന്നീട് ലഹരി വിൽപ്പന ഏജന്റാക്കാനുമായിരുന്നു ശ്രമം. പാലക്കാട് സ്വദേശിനിയായ സത്യഭാമ എന്ന സ്ത്രീയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒളിവിലുള്ള ഭർത്താവ് സാദിഖിനായി അന്വേഷണം പുരോഗമിക്കുകയാണ്. കേസിൽ ലൈംഗികാതിക്രമം, ഭീഷണിപ്പെടുത്തൽ, പണം തട്ടാൻ ശ്രമം, കുട്ടിയെ ലഹരി ശൃംഖലയിലേക്ക് വലിച്ചിഴയ്ക്കാൻ ശ്രമം തുടങ്ങിയ ഗുരുതര കുറ്റങ്ങൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. പോലീസ് അന്വേഷണത്തിൽ സത്യഭാമ കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചതായും ഈ ദൃശ്യങ്ങൾ ഭർത്താവ് സാദിഖ് മൊബൈൽ ഫോണിൽ പകർത്തിയതായും കണ്ടെത്തി. തുടർന്ന് കുട്ടിയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി കുട്ടിയെ നിരന്തരം സമ്മർദ്ദത്തിലാക്കുന്ന തന്ത്രമാണ് ഇവർ പ്രയോഗിച്ചത്. തീരുവയുമായി തടസ്സമില്ലാത്ത ആശയവിനിമയം ഉറപ്പാക്കുന്നതിന് പ്രത്യേകിച്ച് വിദൂര തീരദേശ ജലാശയങ്ങളിലെ അടിയന്തര ഘട്ടങ്ങളിൽ ആഴക്കടൽ മത്സ്യത്തൊഴിലാളികൾക്ക് സാറ്റലൈറ്റ് ഫോൺ കണക്ടിവിറ്റി നൽകുന്ന കാര്യം മഹാരാഷ്ട്ര സർക്കാർ പരിഗണിക്കുന്നു.
നിർദ്ദിഷ്ട സൗകര്യത്തെക്കുറിച്ച് ഫിഷറീസ് വകുപ്പ് ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് BSNL ചർച്ചകൾ നടത്തിവരികയാണെന്ന് ഫിഷറീസ് മന്ത്രി നിതേഷ് റാണെ ചൊവ്വാഴ്ച പറഞ്ഞു. ലൈഫ് മിഷൻ കോഴക്കേസിൽ അന്വേഷണം ശക്തമാക്കി വിജിലൻസ്. കേസിലെ രണ്ടാം പ്രതിയായ സ്വപ്ന സുരേഷിനെ തിരുവനന്തപുരം മുട്ടത്തറയിലെ വിജിലൻസ് ഓഫീസിൽ വിളിച്ചുവരുത്തി ഏകദേശം 3 മണിക്കൂറോളം ചോദ്യം ചെയ്തു. ചൊവ്വാഴ്ച രാവിലെ 11 മണിയോടെയാണ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചത്. സമീപകാലത്ത് വിവിധ യൂട്യൂബ് ചാനലുകൾക്ക് നൽകിയ അഭിമുഖങ്ങളിൽ സ്വപ്ന സുരേഷ് നടത്തിയ പുതിയ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിലാണ് വീണ്ടും ചോദ്യം ചെയ്യൽ നടന്നത്. ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനാണ് വിജിലൻസ് വിളിപ്പിച്ചതെന്ന് സ്വപ്ന സുരേഷ് മാധ്യമങ്ങളോട് പറഞ്ഞു. പുതിയ സർക്കാർ അധികാരത്തിലെത്തിയ സാഹചര്യത്തിൽ പഴയ കേസുകളിൽ അന്വേഷണം സജീവമാകുന്നത് സ്വാഭാവികമാണെന്നും അവർ പ്രതികരിച്ചു. കർണാടകയിലെ ചിക്കബെല്ലാപൂരിൽ തന്റെ കുടുംബത്തിന് നിലനിൽക്കുന്ന ഒരു സിവിൽ കേസിൽ വിജയിക്കാൻ സഹായിക്കുമെന്ന് വിശ്വസിച്ച് ജഡ്ജിയുടെ കസേരയിലും കോടതി മുറിയിലും വെള്ളം തളിക്കുകയും വെളുത്ത കടുക് വിതറുകയും ചെയ്ത 65 വയസ്സുള്ള ഒരു സ്ത്രീയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഫസ്റ്റ് അഡീഷണൽ സീനിയർ സിവിൽ ജഡ്ജ് ആൻഡ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഫസ്റ്റ് ക്ലാസ് കോടതി മുറിക്കുള്ളിലാണ് സംഭവം നടന്നത്. ധറിലെ ഭോജ്ശാല സമുച്ചയത്തിനുള്ളിൽ വെള്ളിയാഴ്ച നമസ്കാരം അനുവദിച്ചുകൊണ്ട് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാൻ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് വിസമ്മതിച്ചു. പകരം ഉച്ചയ്ക്ക് 1 മണി മുതൽ 3 മണി വരെ മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ച പ്രാർത്ഥന നടത്താൻ കഴിയുന്ന സ്ഥലത്തിന് സമീപം ഒരു തുറസായ സ്ഥലം നൽകാൻ മധ്യപ്രദേശ് സർക്കാരിനോട് നിർദ്ദേശിച്ചു. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ASIയുടെ അനുമതിയില്ലാതെ ഭോജ്ശാല സമുച്ചയത്തിൽ ഘടനാപരമായ മാറ്റങ്ങളൊന്നും വരുത്തരുതെന്നും കോടതി നിർദ്ദേശിച്ചു. ഭോജ്ശാല പരിസരത്ത് വെള്ളിയാഴ്ച പ്രാർത്ഥന നടത്താൻ മുസ്ലിങ്ങൾക്ക് അനുമതി നൽകിയ 2003 ASI ക്രമീകരണം റദ്ദാക്കിയ മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ 2026 മെയ് മാസത്തിലെ വിധിയെ മുസ്ലിം പക്ഷം ചോദ്യം ചെയ്തിട്ടുണ്ട്. സ്ഥലത്ത് നമസ്കാര അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നും അപ്പീലിൽ ആവശ്യപ്പെടുന്നു. ഭോജ്ശാല ഒരു കാലത്ത് സരസ്വതി ദേവിക്ക് സമർപ്പിച്ചിരുന്ന ക്ഷേത്രമായിരുന്നുവെന്നും സംസ്കൃത പഠന കേന്ദ്രമായും പ്രവർത്തിച്ചിരുന്നുവെന്നും സൂചനകളുണ്ടെന്ന് ഹൈക്കോടതി വിധിന്യായത്തിൽ പറഞ്ഞു. 2008 അഹമ്മദാബാദ് സ്ഫോടന പരമ്പര കേസിൽ വിചാരണ കോടതിയുടെ വിധി ശരിവെച്ചുകൊണ്ട് ഗുജറാത്ത് ഹൈക്കോടതി നടത്തിയ വിശദമായ വിധിയിൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരെല്ലാം ഹിന്ദുക്കളാണെന്ന വസ്തുത വെറും യാദൃശ്ചികതയായി കണക്കാക്കാനാവില്ല എന്നും ഗൂഢാലോചന തന്നെ ഹിന്ദുക്കളെ ലക്ഷ്യം വെച്ചുള്ളതാണെന്ന് നിഗമനം ചെയ്തുവെന്നും നിരീക്ഷിച്ചു. 2008 ജൂലൈ 26 വൈകുന്നേരം അഹമ്മദാബാദിനെ പിടിച്ചുകുലുക്കിയ സ്ഫോടന പരമ്പരകൾ ഒറ്റപ്പെട്ടതോ സ്വയമേ സംഭവിച്ചതോ അല്ലെന്നും മറിച്ച് സൂക്ഷ്മമായി ആസൂത്രണം ചെയ്ത തീവ്രവാദ ഗൂഢാലോചനയുടെ ഫലമാണെന്നും ഹൈക്കോടതി വിലയിരുത്തി. സിമി അംഗങ്ങൾ 2007 ഡിസംബറിൽ ഒത്തുകൂടി 2 ഭീകര പരിശീലന ക്യാമ്പുകളിൽ നടത്തിയ പ്രസംഗങ്ങളിൽ ജിഹാദ്, ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കൽ എന്നിവയെ ചുറ്റിപ്പറ്റിയായിരുന്നുവെന്നും വിധിന്യായത്തിൽ രേഖപ്പെടുത്തുന്നു. ഭിന്നശേഷിക്കാര വ്യക്തികളെക്കുറിച്ച് അനുചിതമായ പരാമർശങ്ങൾ നടത്തിയെന്ന കേസിൽ ഹാസ്യനടൻ സമീർ റെയ്ന കോടതിയെ സമീപിച്ചുവെന്നും കോടതിയുടെ മുൻ നിർദ്ദേശങ്ങൾ ധിക്കാരപൂർവ്വം ലംഘിച്ചുവെന്നും സുപ്രീം കോടതി ചൊവ്വാഴ്ച രൂക്ഷമായി വിമർശിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ്മല്യ ബാഗ്ചി, ജസ്റ്റിസ് V മോഹന എന്നിവരടങ്ങിയ ബെഞ്ച് റെയ്നയുടെ മുൻ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടതിൽ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചു. ആദ്യം 10 ലക്ഷം രൂപ പിഴ ചുമത്താൻ ബെഞ്ച് നിർദ്ദേശിച്ചെങ്കിലും ഒടുവിൽ തുക 3 ലക്ഷമായി കുറച്ചു. 2 ആഴ്ചയ്ക്കുള്ളിൽ തുക കെട്ടിവെക്കാനും കംപ്ലയൻസ് സത്യവാങ്മൂലം സമർപ്പിക്കാനും റെയ്നയോട് ഇവർ ആവശ്യപ്പെട്ടു. CBSEയുടെ ത്രിഭാഷാ പദ്ധതി സ്റ്റേ ചെയ്യാൻ സുപ്രീം കോടതി തയ്യാറായില്ല. എന്നാൽ ഇന്ത്യൻ ഭാഷകൾ പഠിപ്പിച്ചില്ലെന്ന് പറഞ്ഞ് അധ്യാപകർക്കെതിരെ അച്ചടക്ക നടപടിയുണ്ടായാൽ ഉടൻ ഇടപെടുമെന്നും പിരിച്ചുവിട്ടാൽ തിരിച്ചെടുക്കാൻ ഉത്തരവിടുമെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസുമാരായ ജോയ്മല്യ ബാഗ്ചി, V മോഹന എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി. അധ്യാപകർക്ക് നേരിട്ട് പരമോന്നത കോടതിയെ സമീപിക്കാം. 6 മുതൽ 9ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ 3 ഭാഷകൾ പഠിക്കണമെന്നും അതിൽ 2 ഇന്ത്യൻ ഭാഷയായിരിക്കണമെന്നുമാണ് CBSE സർക്കുലർ. ഇതിനെതിരെ അധ്യാപകരും രക്ഷിതാക്കളും സമർപ്പിച്ച ഹർജികൾ പരിഗണിക്കുകയായിരുന്നു കോടതി. ഇംഗ്ലീഷും ഫ്രഞ്ചും പഠിക്കുന്ന 9ാം ക്ലാസ് വിദ്യാർത്ഥി ഇന്ത്യൻ ഭാഷ കൂടി പഠിക്കണമെന്നാണ് പറയുന്നതെന്നും ഇംഗ്ലീഷിനെ തദ്ദേശീയ ഭാഷയായി കണക്കാക്കിയിട്ടില്ലെന്നും ഹർജിക്കാർ വാദിച്ചു. UAEയിലെ 2 ടാങ്കറുകളിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് സംഘർഷ മേഖലയിലെ ഓരോ ഇന്ത്യൻ നാവികന്റെയും തത്സമയ ട്രാക്കിംഗ്, സമർപ്പിത കുടുംബബന്ധ ഓഫീസർമാർ, 24/7 അടിയന്തര ഹെൽപ്പ് ലൈൻ എന്നിവ ഉൾപ്പെടുത്തി സീഫയർ ഫെസ്റ്റ് പദ്ധതി കേന്ദ്രം ആരംഭിച്ചു. ബലൂച്ച് മേഖലയുടെ 85% പ്രദേശങ്ങളും തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്നും ഇനി മുതൽ പാകിസ്ഥാന്റെ ഭാഗമല്ലെന്നും തങ്ങൾ സ്വതന്ത്രരായി എന്ന് പ്രഖ്യാപിച്ച് ബലൂചിസ്ഥാൻ. റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ എന്ന പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്. പുതിയ രാജ്യം നിലനിൽക്കുന്നുവെന്നും തങ്ങൾക്ക് സ്വന്തമായി ദേശീയ പതാകയും ദേശീയ ഗാനവും ഒപ്പം കറൻസിയും നിലവിൽ വന്നുവെന്നും ഇവർ അവകാശപ്പെടുന്നുണ്ട്. വ്യോമാതിർത്തിയിലേക്ക് അതിക്രമിച്ചു കയറിയ ശത്രുക്കളുടെ മിസൈലുകളെ സൈന്യം നിലവിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്ന് കുവൈറ്റ് സായുധ സേന ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കേൾക്കുന്ന സ്ഫോടന
ആയുധങ്ങൾ, ശത്രുക്കളുടെ മിസൈലുകളും ഡ്രോണുകളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും എയർ ഡിഫൻസ് വിജയകരമായി വെടിവെച്ചിടുന്നതിന്റെ ഭാഗമാണെന്ന് സൈന്യം അറിയിച്ചു. അടിയന്തര സാഹചര്യത്തിൽ പൊതുജനങ്ങൾ പരിഭ്രാന്തരാകരുതെന്നും ബന്ധപ്പെട്ട അധികൃതർ നൽകുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും സൈനിക വക്താവ് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസങ്ങളിൽ കുവൈറ്റിന്റെ അതിർത്തി പോസ്റ്റുകൾക്ക് നേരെയും സമുദ്രത്തിലെ എണ്ണ ഖനന പ്ലാറ്റ്ഫോമിന് നേരെയും ശക്തമായ ഡ്രോൺ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. യൂറോപ്യൻ ഉച്ചകോടിയിൽ പ്ലാസ്റ്റിക് കുപ്പിയുടെ മൂടി നീക്കം ചെയ്ത ഉക്രൈനിയൻ പ്രസിഡന്റ് വോൾഡിമർ സെലൻസ്കിയുടെ പ്രവൃത്തി തുറന്നതിനു ശേഷം കുപ്പികളിൽ മൂടി ഘടിപ്പിച്ചിരിക്കണമെന്ന യൂറോപ്യൻ യൂണിയൻ നിയമത്തിനെതിരെ ആണെന്ന് ഓൺലൈൻ ചർച്ചകൾ തുടക്കമിട്ടു. യൂറോപ്യൻ നേതാക്കളുമായി ഒരു പത്രസമ്മേളനത്തിനിടെ സെലൻസ്കി ഒരു പ്ലാസ്റ്റിക് വാട്ടർ ബോട്ടിൽ എടുത്ത് അതിന്റെ മൂടി തുറന്ന് കുപ്പിയിൽ ഘടിപ്പിക്കുന്നതിന് പകരം അദ്ദേഹം അത് പൂർണ്ണമായും ഊരിയെടുത്ത ശേഷം മേശപ്പുറത്ത് വെച്ച് ഒരു സിപ്പ് എടുത്തിരുന്നു. യൂറോപ്യൻ യൂണിയന്റെ ഏറ്റവും അംഗീകൃത പാക്കേജിംഗ് നിയമങ്ങളിൽ ഒന്ന് ഈ നീക്കം സാങ്കേതികമായി വിരുദ്ധമാണെന്ന് ഉപയോക്താക്കൾ ചൂണ്ടിക്കാട്ടി. യൂറോപ്യൻ യൂണിയന്റെ സിംഗിൾ ഉപയോഗ പ്ലാസ്റ്റിക് നിർദ്ദേശപ്രകാരം പ്ലാസ്റ്റിക് പാനീയ കുപ്പികൾ തുറന്നതിനു ശേഷവും അടപ്പോളുള്ള മൂടികൾ ഉണ്ടായിരിക്കണം. കുപ്പിമൂടികൾ ഘടിപ്പിച്ച് സൂക്ഷിക്കുന്നത് അവ പ്രത്യേകം വലിച്ചെറിയുന്നതിന് പകരം കുപ്പിയോടൊപ്പം ശേഖരിച്ച് പുനരുപയോഗം ചെയ്യാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് അധികൃതർ വാദിക്കുന്നു. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.